വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ ചാലിയാർ പുഴ ഒഴുകുന്ന തീരങ്ങളിൽ നടത്തിയ തിരച്ചിലിൽ ഏറ്റവും അധികം പ്രധാനമായും എടുത്തു പറയേണ്ടത് കാടിന്റെ മക്കളുടെ ഒരു പങ്കിനെക്കുറിച്ച് തന്നെയാണ്. മുണ്ടേരിക്കും പോത്തുകലിനും ഇപ്പുറത്തുള്ള ഇരുട്ടുകുത്തിയും വാണിയം പുഴയും കുമ്പളപ്പാറയും ഉൾപ്പെടുന്ന മേഖലയിലെ 600ഓളം ആളുകൾ സംയുക്തമായിട്ടായിരുന്നു ഊണും ഉറക്കവും ഒഴിവാക്കിയ ഒരു മേഖലയിലൂടെ തിരച്ചിൽ നടത്തിയിരുന്നത്. ഒരുപക്ഷെ മഴയൊക്കെ തന്നെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചാലിയാർ പുഴ അതിരൂക്ഷമായ ഒരു മേഖലയിലൂടെ ഒഴുകി വന്ന് ദുരന്തമുണ്ടാക്കാറുണ്ടെങ്കിലും ആദ്യമായിട്ടായിരുന്നു ജീവനറ്റ ശരീരങ്ങളും ശരീരഭാഗങ്ങളും ചാലിയാറിലൂടെ ഒഴുകി വരുന്നത് അവർ കാണുന്നത്. അവരുടെ പങ്ക് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. കാടിൻ്റെ മക്കളുടെ ഒരു ഇടപെടലോട് കൂടിയാണ് ഏറ്റവും ഒടുവിൽ 70-ലധികം മൃതദേഹങ്ങളും ജീവനറ്റ മൃതദേഹങ്ങളുടെ ശരീരഭാഗങ്ങളും കണ്ടെത്താൻ സാധിച്ചത്. നീറുന്ന മനസ്സുമായി ആ ഒരു മനുഷ്യർ ഇപ്പോൾ അവരുടെ കുടിലിൽ കഴിയുകയാണ്. രാത്രി കണ്ടിട്ടില്ല. പകല് ചെറുക്കന്മാർ രാവിലെ നേരം വെളുത്തതിന് ശേഷം ഇതിലൊക്കെ പോയിട്ട് കുറേ ബോഡികൾ കണ്ടെടുത്തു ചെറുക്കന്മാർ. അത് സംഭവമായിരുന്നു. നല്ല ഇടങ്ങാറുള്ള സംഭവം തന്നെയായിരുന്നു. ഇപ്പോഴും മണ്ണീൻ്റെ അടിയിലൊക്കെ കാണും. ഇവിടെയൊക്കെ ഒരുപാട് വെള്ളം, പിന്നെ മണ്ണ് പോയ താഴ്ച ഉണ്ടായിരുന്ന ഇവിടെയൊക്കെ മണ്ണും മരങ്ങളും വന്ന് അടിഞ്ഞിട്ട് നിൽക്കുകയാണ്. മാന്തിയൊന്നും നോക്കിയിട്ടില്ലല്ലോ. മണ്ണിൻ്റെ അടിയിലൊക്കെ ഇവിടെ കാണും, മരത്തിൻ്റെ തോട്ടിൽ കാണും. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. ഇതുവരെ ഞങ്ങൾ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. വെള്ളം വന്നിന്, എന്നാലും ഇങ്ങനെയൊന്നും വന്നിട്ടില്ല. അച്ഛനും കുളിപ്പാൻ പോവില്ല, പോയേക്ക് അതിൻ്റെ ഇടങ്ങാർ കണ്ടിട്ടേ ഞാൻ ഭയങ്കര ഇടങ്ങാറിൽ പോയി വേണ്ട. തോട്ടത്തെ വെള്ളം കൊണ്ട് അങ്ങനെ കഴിയും കൂടുക. കുളിക്കലും നനയ്ക്കലും ഒക്കെ തോട്ട് വെള്ളം കൊണ്ട്. മഴ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചാലിയാർ പുഴ പലതരത്തിലുള്ള ദുരന്തങ്ങൾ ഈ ഒരു മേഖലയിൽ ഉണ്ടാക്കാറുണ്ട്. എങ്കിലും ആദ്യമായിട്ടായിരുന്നു ചാലിയാർ പുഴയിലൂടെ ജീവനറ്റ ശരീരങ്ങളും മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങളുമൊക്കെ തന്നെ ഒഴുകി വരുന്നൊരു കാഴ്ച ഇവരെ സംബന്ധിച്ച് വലിയ ഭയാനകം തന്നെയായിരുന്നു. അതിൻ്റെ ഞെട്ടലിൽ നിന്നും ഇവിടെയുള്ള പ്രദേശവാസികൾ മാറിയിട്ടില്ല. കുറേ മുമ്പിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നാലും അത്രയും മത്സരമൊന്നും വന്നിട്ടില്ല. ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ്. അതെ അതെ അതെ. ഇപ്പം ഞങ്ങളെ കോളനിക്കാരാണ് ഇപ്പം ആദ്യമായിട്ട് ഇവിടെ നിന്നൊക്കെ കണ്ടെടുത്തത്. ഓലാണ് വിളിച്ചിട്ട് എല്ലാവരെയും അറിയിച്ചത്. ഇപ്പം ഞങ്ങൾ വേറൊരു പുഴ ഉണ്ട് അപ്പുറത്ത് കൂടെ, ചെറിയ പുഴ എന്ന് പറഞ്ഞിട്ട്, അത് ചോലയിൽ നിന്ന് വരുന്നത്. ആ ഭാഗത്ത് ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അതിൽ കുളിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യാം. ഞങ്ങൾ ഈ പ്രളയം വന്നപ്പോൾ ഞങ്ങളൊക്കെ ഈ തിണ്ടുമ്പോൾ ഇങ്ങനെ വീടിൻ്റെ തിണ്ടുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിലാണ് നല്ല വെള്ളം ഇങ്ങനെ വരുന്നത്. അതിൽ എല്ലാവരോടും പറഞ്ഞു മാറിക്കോളിയും വെള്ളം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു. അതിൽ പിറ്റേന്ന് രാവിലെ ചെക്കന്മാർ അവിടെ ബോഡി കണ്ടു. അതിൽ പിന്നെ ഞങ്ങളെല്ലാവരും കോളനിക്കാർ തിരച്ചു തുടങ്ങി. ഒരുപാട് ബോഡികൾ ഞങ്ങൾ എടുത്ത് സഹായിക്കാൻ കൂടിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വേറെ അത്രേ ഉള്ളൂ. ഈ മണലിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണല്ലോ ഇവിടുന്ന് ഇന്നൊന്നിനെ കിട്ടി. ഞങ്ങൾ കടവുന്ന് തന്നെയാണ്. മണൽ മൂടി കിടക്കുകയായിരുന്നു. അപ്പോൾ മണലാണ്ട് വെള്ളം വന്നങ്ങോട്ട് ഒലിച്ച് പോയപ്പോൾ ബോഡി പുറത്തിറങ്ങി. നമ്മളിപ്പോൾ വെള്ളം കയറി ഇറങ്ങുമ്പോൾ നമ്മൾ മീനൊക്കെ കയറി അങ്ങനെ ഒരു ഇതിൽ പോയതാണ്. പോയപ്പോൾ പെട്ടെന്ന് ഇവർ ടോർച്ചടിച്ച് പോയപ്പോൾ നമ്മുടെ അവിടെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് വിളിക്കണ പുഴയുടെ ഒരു തീരമാണ്. ആ തീരത്ത് ഒരു ശവശരീരം കണ്ടു. ഇവരാകെ ഭയന്ന് പേടിച്ച് വീട്ടിലേക്ക് ഓടേണ്ടായത്. പിന്നീട് അവർ ഫോറസ്റ്റ് ഓഫീസറൊക്കെ വിവരം അറിയിക്കുകയും പിന്നെ അവിടുന്ന് ഉദ്യോഗസ്ഥന്മാരൊക്കെ അറിയിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഇതിൽ പിന്നെ നമ്മൾ രാവിലെ ഒരു 6 മണിയോടുകൂടി ഈ ഇരുട്ടുകുത്തി വാണിയമ്പുഴ അങ്ങോട്ടുള്ള കോളനിയിലെ ആൾക്കാരും പിന്നെ നമ്മുടെ ക്ലബ്ബുകാരുണ്ട്, മിറാക്കിൾ ക്ലബ്ബും പിന്നെ യുവവാണി വാണിയമ്പുഴ 2 ക്ലബ്ബുണ്ട്. അതിലെ പയ്യന്മാർ പിന്നെ ഫോറസ്റ്റ് ഓഫീസേഴ്സ്, വർക്കേഴ്സ്, നാട്ടുകാർ, അങ്ങനെ എല്ലാവരും കൂടെ തെരഞ്ഞു. അങ്ങനെ ഒരു 7ഓളം ബോഡി സ്പോട്ട് ചെയ്യാൻ പറ്റി. അതായത് പാർട്സ് ആയിട്ടുള്ള സ്പോട്ട് ചെയ്യാൻ പറ്റി നമുക്ക്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് വരും. അവിടെ നിന്നാണ് ആദ്യത്തെ ബോഡി അവർ എടുക്കുന്നത്. പക്ഷേ അതിൻ്റെ മുമ്പേ ഇവിടെ ഇവിടുത്തെ ആദിവാസികൾ എല്ലാവരും കൂടെ ഓരോ ശരീരങ്ങളും കണ്ടെത്തി സ്ഥലം മാർക്ക് ചെയ്തിട്ടായിരുന്നു. ഇവിടെ മുതൽ നമ്മൾ കുമ്പളപ്പാറ വരെ പയ്യന്മാരെല്ലാവരും രാവിലെ 6 മണി മുതൽ 8-9 മണിയായപ്പോഴേക്ക് നമ്മൾ ഏകദേശം കുറേ ശരീരങ്ങൾ പുറത്ത് കാണുന്നത് നമുക്ക് കണ്ടെടുക്കാൻ പറ്റി. ഇപ്പോൾ ശരീരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബോഡി ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക്
ഇടങ്ങാറില്ല. ഇത് ഫുള്ള് പീസായിട്ടാണ് നമുക്ക് പാർട്സുകളൊക്കെ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഭയങ്കര വിഷമമുണ്ട്. പിന്നെ ഇനിയും ഇവിടെ എന്താ ഇറ്റാച്ചിയുണ്ടോ അങ്ങനെ ജെ സി ബി എന്തെങ്കിലും മാതിരി തന്നെ ഇനി ബോഡികൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്ന് രാവിലെ ഇപ്പോൾ ഇവിടുന്ന് വലിച്ചെടുത്തേക്കാണ്. നമ്മൾ അരക്കായത്തിലാണ് നമ്മൾ ആ ഒരു ഫോറസ്റ്റ് ദിവസം കുഴിച്ചെടുത്തത്. നമ്മൾ അവിടെ വിവരം അറിയിച്ചു. അപ്പോൾ അവർ വന്നിട്ട് കുഴിച്ചെടുത്തു. സാധാരണ എല്ലാവരും ഇങ്ങനെ കോളനിക്കാരാണ് ഇത് ബോഡിയൊക്കെ അവിടെ ഇവിടെ ഉള്ളത് അറിയിക്കൽ. സ്മെല്ലടിച്ചപ്പോൾ നല്ല വെയിലൊന്ന് സ്മെല്ലടിച്ചു. അപ്പോൾ പോയി മാന്തിയൊക്കെയപ്പോൾ ഒരു കൈ അധികം കണ്ടു. പിന്നെ ഫുൾ അങ്ങോട്ട് തുറന്ന് മാന്തിയപ്പോൾ ബോഡി മൊത്തം കണ്ട്. ചാലിയാറിലെ ജലനിരപ്പൊക്കെ തന്നെ കുറഞ്ഞെങ്കിലും ഇവിടെയുള്ള പ്രദേശവാസികളുടെ ആശങ്ക ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. ഉരുൾപൊട്ടലുണ്ടായ ദിവസം കുത്തിയൊലിച്ചു വന്ന ചാലിയാറിലൂടെ ഒഴുകി വന്ന ജീവനറ്റ ശരീരങ്ങൾ ഇപ്പോഴും ഇവിടെ പല ഭാഗങ്ങളിലായി അകപ്പെട്ട് കിടക്കുന്നുണ്ടെന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ നമ്മളോട് പറയുന്നത്. ഇനിയും ഇത്തരമൊരു ദുരന്തം ആവർത്തിക്കരുതേ എന്ന പ്രാർത്ഥനയിലാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുപൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, നിലമ്പൂർ.